എന്താ ഇവിടെ പരിപാടി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചില ഏരിയകൾ കാണുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെയാണോ, ഗോവയിലല്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നി. പിന്നെ ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവരുടെ നോട്ടം കാണുമ്പോൾ മനസ്സിലാവും, ഇത് നമ്മുടെ നാട്ടുകാരാണെന്ന്. ഇനി ഇരുന്ന് എന്ത് കാണിക്കാനാ ഞാൻ? ഈ കേരളവും ഗോവയും കുറേ കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുവേ നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന ഒരു ഏരിയയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വീടുകളുടെ ഒരു സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും കൺസ്ട്രക്ഷനിലാണെന്നുണ്ടെങ്കിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പം മരങ്ങളാണെന്നുണ്ടെങ്കിലും പല പല ചെടികളാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു ഇതും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചില ഏരിയകൾ കാണുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെയാണോ, ഗോവയിലല്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നി. ചില ഏരിയയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ തെങ്ങും എന്താ പറയുക വയലും ഒക്കെ ആയിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടെ കൃഷി ചെയ്യുന്ന ആൾക്കാരെയും അങ്ങനെ വെജിറ്റബിൾ ആണെങ്കിലും അതൊക്കെ ആണെന്നുണ്ടെങ്കിലും കൃഷി ചെയ്യുന്നതും കൂടെ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണോ. പിന്നെ വസ്ത്രധാരണം ഓക്കെ, അതിൽ കുറച്ച് ഇതുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ആ ഒരു കൾച്ചറൽ വ്യത്യാസത്തിൻ്റെ ഇതുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഫോർട്ട് കൊച്ചി ഭാഗത്ത് അല്ലെങ്കിൽ വൈപ്പിൻ അങ്ങനെ ആ ഒരു തീരദേശ ഭാഗത്ത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒരു ഡ്രസ്സിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ബീച്ച് സൈഡിലൊക്കെ ഉള്ള ഇവിടെയുള്ള ക്രിസ്ത്യൻസിൻ്റെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അതായത് ഒരു ഉടുപ്പ്, പിന്നെ ഒരു സ്കാർഫൊക്കെ തലയിൽ ഇട്ടുക എന്നൊക്കെ ഉള്ള അതൊരു ട്രഡീഷണൽ ലെവൽ, ആ ലെവലിൽ അതങ്ങ് പോകുന്നുണ്ട്. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംസ് ആയിട്ടുള്ള അങ്ങനെ ആളുകൾ ഞാൻ അധികം ഇവിടെ കണ്ടില്ല എന്നാണ് സത്യം. കുറച്ച് കച്ചവടക്കാരുണ്ട് എന്നല്ലാതെ അപ്പോഴും ലേഡീസിനെ അങ്ങനെ അധികം കാണുന്നില്ല. പിന്നെ ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിലും കൂടുതലും പുറത്തുനിന്ന് വന്ന ആളുകളാണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുവിധം വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ എന്താ പറയുക, ഈ നമ്മളുടെ അവിടെ കപ്പേള കുരിശ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുളസിത്തറ പോലെ തന്നെ മിക്ക വീടുകളുടെ ഫ്രണ്ടിൽ ഒരു കുരിശ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഏത് വിഭാഗക്കാരുടെ വീടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതെനിക്ക് തോന്നുന്നത് ഇവിടെ കുറേ ബംഗ്ലോസ് ഉണ്ട്, അതായത് ഫോറിനേഴ്സ് വന്നിട്ട് പണിത ബംഗ്ലോസ്. അപ്പോൾ അവർ എവിടെയെങ്കിലും ആ ഒരു അടയാളം കീപ്പ് ചെയ്ത പോലെയൊക്കെ അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചതായിരിക്കണം. പക്ഷേ പലപ്പോഴും കാണുന്നത് ഇങ്ങനെ നടുമുറ്റത്ത്, മുറ്റത്തിൻ്റെ നടുക്ക് നടുമുറ്റത്ത് തുളസി തല പോലെ തന്നെ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കുറേ ഇവരുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദീപാവലിയാണ്. ദീപാവലി ആയപ്പോഴത്തേക്കും അതിൻ്റേതായ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. പല പല ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അതായത് നമ്മളുടെ പേപ്പർ വെച്ചിട്ട്, നമ്മൾ ക്രിസ്മസ് ടൈമിലാണ് സാധാരണ നമ്മൾ സ്റ്റാർസും അങ്ങനെ പേപ്പർ വെച്ചിട്ടുള്ള പല ടൈപ്പ് ഓഫ് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യുന്നത്. ഇവരങ്ങനെയല്ല, ഓരോ ആഘോഷത്തിനും ഓരോ ടൈപ്പ് ഓഫ് അങ്ങനത്തെ കടലാസും തുണിയൊക്കെ വെച്ചിട്ടുള്ള ലാമ്പ് ഷെയ്ഡ്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ദീപാവലിയുടെ ഇതായിട്ട് ഇങ്ങനെ ഈവനിങ് വേറൊരു വൈബായിരിക്കും. അത് കണ്ടാൽ തന്നെ അറിയുള്ളൂ ഇനി എന്തൊക്കെയാണ് ന്യൂ ഇവിടെ എന്നുള്ളത്. ഇവിടുത്തെ മനുഷ്യർ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാലാണ് അവർക്ക് കൂടുതൽ ബിസിനസ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് നാട്ടുകാരായെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആതിഥേയത്വം പുലർത്തുന്ന രീതിയിൽ കുറേയൊക്കെ ബിസിനസ് മൈൻഡഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്ന ലെവലാണ്. തുറിച്ചു നോട്ടങ്ങളൊക്കെ പൊതുവെ അങ്ങനെ ഇല്ല. കേരളത്തിൽ അങ്ങനെയല്ലോ, നമുക്കങ്ങനെ ബീച്ചൊന്നും അത്ര എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലല്ലല്ലോ ബീച്ചിൻ്റെയൊക്കെ ഒരവസ്ഥ. പല ബീച്ചുകളിലും നമുക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല. അതേപോലെ അവിടെ ബീച്ചിലിറങ്ങി പോലും നമ്മുടെ അവിടെ ഉള്ളവരൊക്കെ എങ്ങനെ ബീച്ചിൽ പോവാം, ഒരുവിധ അമ്മമാരൊക്കെ സാരി എടുത്തും അല്ലെങ്കിൽ ചുരിദാർ എടുത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ, അതിനപ്പുറം വേറെ ഒരു ഇതില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ വസ്ത്രധാരണത്തിൽ ബീച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് നോട്ടങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടും കംഫർട്ടായിട്ടുള്ളൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ്. അത് എനിക്ക് ഭയങ്കര ഒരു പ്ലസ് ആയിട്ട് ഇവിടെ തോന്നിയിട്ടുള്ളതാണ്. ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരി പേര്, അതായത് ഫോറിനേഴ്സ് ആണെങ്കിലും
ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒത്തിരി ആളുകൾ വന്നു, വ്ളോഗേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് ഭയങ്കര കംഫർട്ടായിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടൊക്കെ പോകുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് ഈ ഇവിടെ പലയിടത്തും പല ബീച്ചും, ഇവിടെ ഒത്തിരി ബീച്ചുണ്ട്. അപ്പോൾ അങ്ങനെ പല ബീച്ചുകളും, ഇപ്പം ചില ബീച്ചുകളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രൈവസി അല്ലെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ള മീൻസ് നമ്മൾ പൊതുവേ ബീച്ച് എന്ന് പറയുമ്പോഴുള്ള ഒരു ക്രൗഡില്ലേ, അത് ഇല്ലാത്ത രീതിയിൽ എങ്കിൽ നമുക്ക് നമ്മളുടേതായ കംഫർട്ടിൽ ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ ആയിട്ടുള്ളൊരു ഇതാണ്. പലപ്പോഴും ഇവിടെ എങ്ങാനും വല്ല മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ വന്നിട്ട് ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവരുടെ നോട്ടം കാണുമ്പോൾ മനസ്സിലാവും ഇത് നമ്മുടെ നാട്ടുകാരാണെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ സങ്കടത്തോടെ ഉൾക്കൊള്ളേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയുള്ള അവസ്ഥ എന്നുള്ള രീതിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറയുമല്ലോ, കേരളത്തിൽ അങ്ങനെ ഞാൻ അധികം ബീച്ചുകളിൽ പോയി ഷൂട്ട് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് പ്രശ്നം ഇതാണ്, നമുക്ക് നമ്മളുടേതായ രീതിയിൽ ബിക്കിനി എന്നുള്ളതല്ല, അല്ലാതെ നോർമലായിട്ടാണെങ്കിൽ പോലും ഒരു ഫോട്ടോഷൂട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര മനുഷ്യരുടെ തുറച്ചുനോട്ടം ക്വസ്റ്റ്യനും ഒക്കെ ആൻസർ ചെയ്ത് സദാചാര പോലീസിങ് ഒക്കെ ഫേസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ഒരു അഡ്വാൻറ്റേജാണ് ഇവിടുത്തെ. പിന്നെ ഈ എന്താ പറയുക, ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു ലൈഫാണെന്നുണ്ടെങ്കിലും നമ്മൾ കേരളത്തിലെ പോലെ അല്ല ഇവിടുത്തെ. കേരളത്തിൽ ഇപ്പോൾ മത്സ്യ തൊഴിലാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ബോട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ലിവിങ് സ്റ്റൈല് നമ്മളുടേത് വെച്ചിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ അവരുടെ കച്ചവട രീതിയാണെന്നുണ്ടെങ്കിലും ആളുകളോടുള്ള ഇൻട്രാക്ഷനൊക്കെ അതിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ മത്സ്യസമ്പത്തുകളൊക്കെ ഏറെക്കുറെ സെയിം ഒക്കെയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഫിഷും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കിട്ടും. ഈ എന്താ പറയുക, വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ബാക്കി സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏറെക്കുറെ സെയിമാണ്. ഒക്കെ ആ ചുവന്നരി കിട്ടും ഇവിടെ, ചില ഷോപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ, നമ്മൾ കുത്തരി എന്നൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്. കാരണം ഇവിടെ അങ്ങനെ ഇല്ല, വൈറ്റ് റൈസാണ് കൂടുതലും എന്നുള്ളത്. പിന്നെ കുക്ക് ചെയ്യുന്ന രീതി ഏറെക്കുറെ അടുത്ത് വരും, പക്ഷേ ഇവർ യൂസ് ചെയ്യുന്ന മസാലകളാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആളുകൾ ഫോറിനേഴ്സ് വരുന്ന കാരണം അവരുടെ ടേസ്റ്റും കൂടെ അഡോപ്റ്റ് ചെയ്തിട്ട് അവർക്കും കൂടെ ഓക്കെ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അതാണ് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പറയില്ലേ ഗോവൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആണ് ഇതുണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ സ്പൈസസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പറ്റാതെ. കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഇതില്ല, നമുക്കിപ്പോൾ എല്ലാത്തിനും കറക്റ്റ് ഇന്നതിന് പറഞ്ഞിട്ട് പിന്നെ ഒരു മിക്സഡ് ലെവലിലുള്ള മസാല യൂസ് ചെയ്ത് നമ്മൾ ശീലിച്ചാൽ നമുക്ക് സിംഗിൾ ടൈപ്പ് ഓഫ് ടേസ്റ്റ് നമുക്ക് പറ്റാത്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഫുൾ ബീച്ചുമായിട്ട് കണക്റ്റഡായി കിടക്കുന്ന 1 by 1 ആയിട്ട് ഓരോരോ ബീച്ച് ഇങ്ങനെ കണക്റ്റായി കിടക്കുന്ന ഒരു ഏരിയ ആണെന്ന് നമുക്കറിയാം. എന്നാൽ പോലും കുറച്ച് സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് വരുന്ന ക്രൗഡ് വരുന്ന ഒരു ഏരിയ ആയിട്ട് നിറയെ കടകളും അല്ലെങ്കിൽ ഫുഡിൻ്റെ ഷാക്കുകളും ഒക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതല്ലാതെ കുറച്ച് ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക ബീച്ച് സൈഡിലേക്കൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം കുറേ പ്രൈവസി കിട്ടുന്ന ഇങ്ങനെ ഒഴിഞ്ഞ ഏരിയകളുണ്ട്. എങ്കിൽ ഒരു ഭാഗം ക്രൗഡഡായിട്ട് അതങ്ങനെ തന്നെയുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളുടേതായ ഇഷ്ടത്തിന് ഒന്ന് നോക്കി ഏത് ടൈപ്പ് ഓഫ് ബീച്ചിൻ്റെ ഇതാണ് നമുക്ക് വേണ്ടത്, ആംബിയൻസ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്രൗഡ് എന്നുള്ളൊരു അവസ്ഥയിലാണെങ്കിലും ഒരു പ്രശ്നമില്ല, അവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റും, ഒരു കുഴപ്പമില്ല. ആ ഷോപ്പുകളും ഷാക്കുകളും അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഓക്കെ കുറച്ചും കൂടെ എന്താ പറയുക ഭയങ്കര ക്രൗഡഡ് അല്ലാതെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ ആളുകൾ കയറി വരുമ്പോഴത്തേക്കും അവരതിൽ പെട്ടു എന്നൊക്കെ ഉള്ള ഒരു സാധനങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കുറച്ചും കൂടെ ക്രൗഡ് കുറഞ്ഞൊരു സ്പേസ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് കടകളുടെ ഇടയിൽ കൂടെ എടുത്തേ പറ്റൂ. അപ്പോൾ നമ്മൾ അവിടെ ഉള്ള ആ ഒരു ടൈമിലുള്ള ആളുകളോട് നമ്മൾ പറയും നിങ്ങൾക്കത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഓക്കെ ആണെങ്കിൽ അവർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ ഓക്കെ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ കാണിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ എല്ലാ വ്യക്തികൾക്കും റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ. ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായിരിക്കും, ചില അങ്ങനെയല്ല. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഇടിച്ചു കയറി എന്താ ഇവിടെ പരിപാടി, ഇവിടെ ഇത് പരിപാടിയൊന്നും പറ്റില്ല എന്നുള്ള വക ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഇടിച്ചു കയറ്റോ അല്ലെങ്കിൽ ഇത് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കാതിരിക്കുക അങ്ങനത്തെ ഒന്നുമില്ല.
പിന്നെ എല്ലാ ബീച്ചിലും ഇപ്പോൾ ഈ സൈഡിലാണെങ്കിലും ക്രൗഡഡ് സൈഡിലാണെങ്കിലും ഒക്കെ ലൈഫ് ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കറക്റ്റായിട്ട് അവർ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ സമയത്തും കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്ത് ആളുകൾ സേഫ് സോണിലല്ലേ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു സോൺ ഉണ്ടല്ലോ, അവിടം വരെ ആവാമല്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നീന്തൽ അറിയാവുന്ന ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്താ പറയുക, മിനിമം ഇന്ന പോലെയാണെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ ചാനലിലൂടെ ഒക്കെ പോകുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ അതൊക്കെ ഭയങ്കര ലാഗ് അവസ്ഥയാണ്, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ ഈ ഏരിയകൾ സൂക്ഷിക്കുന്നതിലും ഇവിടെ ഇപ്പോൾ ഈ ഏരിയയിൽ ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവർ വന്നിട്ട് പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അത് എന്നിട്ടും ഈ പറഞ്ഞ പോലെ ആളുകൾ അത്ര ഇട്ടുകൊണ്ട് വന്ന് ഇങ്ങനെ ഓരോന്നും ഇട്ടിട്ട് പോകുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും ഇവിടെ ഇങ്ങനെ ഇതായി കിടക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഇപ്പം ഇതുവരെ പോയ ബീച്ചുകൾ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി ഈ ഒരു ഏരിയ ഇച്ചിരി വൃത്തിയുള്ള ഏരിയ ആണ് ശരിക്കും. വെള്ളം അടിച്ച് കയറിയ അവശിഷ്ടങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പ്ലാസ്റ്റിക്കൊക്കെ മാക്സിമം ഒഴിവാക്കി അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ആളുകൾക്ക് എന്താ പറയുക, ഇനി വരരുതെന്ന് തോന്നിക്കാത്ത രീതിയിൽ ഇതിനെ നാശമാക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ ഒന്നും ഇവിടെ ഇല്ല. ഇതിനെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുമോ അതിന് എല്ലാ ടൈപ്പ് ഓഫ് ആളുകളും ഇതുണ്ട്. ഇവിടുത്തെ നാട്ടുകാരും അതെ കേട്ടോ. ചില സമയത്ത് അവരിങ്ങനെ ചിലർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.